ഹലോ ഗൈസ്, സെറ്റ് ആവും. നീ വാടച്ചിരി ഒന്നാമേ വലിയ പല്ല്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ബ്ലൈൻഡ് മേക്കപ്പ് ചാലഞ്ച് അല്ലേ? അപ്പൊ വലിച്ചുകുട്ടിക്ക് എന്താണെന്ന് അറിയാമോ? അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിലുള്ള, ഞാൻ ഒരുപാട് മേക്കപ്പ് ഉപയോഗിക്കുന്ന ഒരാളല്ല, പക്ഷെ നമ്മളിലുള്ള കുറച്ച് കാര്യങ്ങൾ, പൗഡർ, മോയ്സ്ചറൈസർ, ആകെപ്പാടെ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് മാത്രമാണ്. എക്സ്ട്രാ മോയ്സ്ചറൈസർ, പിന്നെ ഐലൈനർ, ലിപ് ബാം, ലിപ്സ്റ്റിക്, ഐബ്രോ, പൊട്ട്, ഇത് ഇത്രയാണ് സത്യം പറഞ്ഞ ഗൈസ് ഞാൻ ഉപയോഗിക്കണം. കാരണം ഞാൻ വേറെ ഒരു മേക്കപ്പും അങ്ങനെ വാങ്ങിച്ചിട്ടുമില്ല. എനിക്ക് ഓക്കെ, ഇത് ഇത്രയും ഉപയോഗിച്ചാൽ മതി എന്നൊരിതാണ്. അപ്പൊ ഗൈസ്, ഇത് വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? മേക്കപ്പ് ചാലഞ്ച്. കണ്ണു കെട്ടിയായിരിക്കും. പിന്നെ ലിച്ചുകുട്ടിയെ ഒരു സർപ്രൈസ് ഉണ്ട്. ലിച്ചുകുട്ടിക്ക് ഇതില് ഫൗള് കാണിക്കായിരിക്കും. കാരണം നമുക്ക് കോമാളിത്തരം ഉണ്ടാക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മള് ഈ മേക്കപ്പ് ചെയ്യുന്നവർക്ക് സമ്മാനം എന്താണ്? 100 രൂപ ക്യാഷ് പ്രൈസ്. ലോ ബഡ്ജറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല, നമ്മള് 100 രൂപ ക്യാഷ് പ്രൈസ് ആണ് എന്ത് ചെയ്യാൻ പോണ ഇതിന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ലിച്ചുകുട്ടി കണ്ണു കെട്ടി എന്നെ ഒരുക്കും, ഞാൻ ലിച്ചുകുട്ടിയെ തിരിച്ചൊരുക്കും ഗൈസ്. അപ്പൊ ഇതില് നല്ല സൂപ്പർ ആയിട്ട് നമ്മൾ ആരാണോ വിൻ ചെയ്യുന്നത് നല്ല രീതിയിൽ അല്ലേ മേക്കപ്പ് ചെയ്യണം, ആരാണ് ആൾക്ക് 100 രൂപയാണ് ഗൈസ് നമ്മൾ സമ്മാനമായിട്ട് ക്യാഷ് പ്രൈസ് വന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ലിച്ചുകുട്ടിയെ കണ്ണു കെട്ടി മേക്കപ്പ് ചെയ്യും. അല്ല, ഞാൻ ലിച്ചുകുട്ടിയെ കണ്ണു കെട്ടി മേക്കപ്പ് ചെയ്യും. കേട്ടോടാ? ഒന്ന് ചെയ്യരുത്, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ ഗൈസ് തുടങ്ങാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യട്ടാ? ടീച്ചർ അടച്ചു വെക്കണം കേട്ടാ. അകപ്പാടെ 2, 3, 5 മേക്കപ്പ് സാധനമുണ്ട്. ശ്വാസം മുട്ടി ചാകുള്ളൂ ഞാൻ. മണം പെണ്ണൊന്നും പറയല്ലേ എന്നെ വിളിക്കും പോലെ. പാവന്റെ കൊച്ചു. അപ്പൊ ഇത്തിരി ഒന്ന് സെറ്റ് ആവട്ടെ ഗൈസ്. ലിച്ചുകുട്ടി, അമ്മ നിന്നെ നന്നായിട്ട് ഒരുപ്പോ? ദൈവത്തിനറിയാം അല്ലേ? അപ്പൊ ഇനി അടുത്തത് സെറ്റായാ നോക്കട്ടെ. കഴിഞ്ഞ കൂടെ ഇരിക്കട്ടെ. ഇനി നമ്മളെ പൗഡർ ആ നേരം കൊണ്ട് പൗഡർ കിട്ടി. ഉണങ്ങിയില്ലേ? ഇല്ല, തന്നില്ല. നീ ഒന്നും ചെയ്യില്ല, ഞാൻ തന്നെ ചെയ്യും. ഇല്ല, അടച്ചു വെച്ചിരിക്കണം. ഇല്ല, വന്നില്ലെന്ന്. തിരിച്ചാലും വരില്ലേ? തല നേരെ വേ. എനിക്കിനി ഇടമ്പോ എന്തിനാണ് ഓർമ്മ വരണ്ട. പണ്ട് എന്റെ അമ്മ നഴ്സറിയിൽ ട്യൂഷൻ കൊണ്ടാക്കുമ്പോ കുളിച്ചിട്ട് വേറെ വരെ നാട്ടം വരെ പൗഡർ തരുമെന്ന് പറയും. എനിക്ക് അതാണ് ഓർമ്മ വന്നത് കഴിച്ചു. നോർമൽ മലയാളി അല്ലല്ല, കരിയോടെ തന്നെ മുടി കണ്ടുപിടിയാ അവിടെ അല്ല മനപ്പൊന്നുമില്ലേ?
നീ എവിടെ രീതി ക്യാമറ ഒന്നും മനസ്സിലാവുന്നില്ല. തന്നെ പോവാം. എനിക്ക് അത്രയും കണ്ണിലാണോ അറിയാം, കണ്ണിലാണോ അറിയാം. കണ്ണിലൊന്നുമല്ല ഞാൻ വരയ്ക്കണേ, ഞാൻ പുലികൊത്തി തൊട്ടി എന്നെ വരയ്ക്കണം. അപ്പൊ ഇവിടെ ഇവിടെയാണ് പുലികൊത്തി. ഓക്കെ, ഇനി അടുത്തത് ലിബാമൊക്കെ ഇടാം. ദൈവമേ, കണ്ണട കണ്ണട ആ വായ നീട്ട കാണാനും പറ്റുന്നില്ല. കൊള്ളാം. കണ്ണു തുറക്കല്ലേ, കണ്ണു തുറന്നാ മുകളിലാവൂല്ലേ? നോക്കട്ടെ, കണ്ണടച്ചിരി സെറ്റ് ആവട്ടെ. സെറ്റുമ്പോ സാ ആവട്ടെ. ഇത് കണ്ണു നോക്കുമ്പോഴാണെന്നല്ലേ ആവണത്. ആ നമ്മുടെ ലിബ ഇത് എനിക്ക് ഇടാൻ അറിയാം. ആ ചുണ്ടുകൾ കാണിക്കും മനോഹരമായി. നീ വാ അടച്ചിരി, ഒന്നാമേ വലിയ പല്ല്. കിടക്കട്ടെ. അപ്പൊ ഗായ്സ് നമ്മുടെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. എന്റെ സാധനമായിട്ട് എനിക്കറിയാം. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക്. ഇവിടെ പല്ലടച്ച് വാടച്ചിരി, ഇല്ലെങ്കിൽ പല്ലിലൊക്കെ ആവും. പല്ല് വാടാ കൊണ്ട് വാടടി കളിയല്ല പറഞ്ഞു. നീ പൊട്ട് വെക്കണോ അല്ലേ? കോളം ഒന്നും അല്ല. ഈ പൊട്ട് കൈ കൊണ്ട് കാണിയത് മറ്റേ പൊട്ട്. കിട്ടി. പൊട്ട് മാത്രം ഒന്ന് ലിച്ചുകുട്ടിയുടെ ഹെൽപ്പ് ചെയ്യാൻ എടുക്കുകയാണ്. ആളുകൾ വിചാരിക്കും ജാമ്പുവിന്റെ കാലത്ത് മേക്കപ്പ് സെറ്റ് കൊണ്ട് വന്നില്ല. ശരിയാക്കാം ഗൈസ്. പൊട്ട് വന്നാ ദൈവത്തിനാണ്. എന്നാ വെച്ചാ അപ്പൊ ലിച്ചുകുട്ടി കണ്ണു തുറക്കട്ടാ. എന്തായാലും കൊള്ളാം. എന്തോന്നടി ഇത്? എന്റെ മോളെ എത്രയും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കൈ സോഹിക്കണത്. അയ്യോ കൊച്ചിന്റെ പല്ലിന് വേണം ലിപ്സ്റ്റിക്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി അടുത്തത് ലിച്ചുകുട്ടിയുടെ ഇട്ടാണ് കേട്ടോ. അവളെ എന്നെ ഒരുക്കേ. അപ്പൊ ഗൈസ് അടുത്ത നമ്മുടെ ലിച്ചുകുട്ടിയാണ്. ശ്വാസമൊക്കെ കിട്ടണല്ലോ. കുഴപ്പമില്ലല്ലോ, മൂക്ക് ഇവിടെ തൊളയൊക്കെ ഉണ്ട്. നീ എന്നെ ഒരുക്കും, ഞാൻ നോക്കാം. തിരിഞ്ഞിരുന്ന ഒരു കമ്മരെ മുഖത്തൊക്കെ പിടിച്ച് ഒരിട്ട്. കമോൺ രാജു പറ്റീര്.
അയ്യോ നന്നത് കുറച്ചോളം കേട്ടു. പൗഡറാണ് പൗഡറാണ് എന്തമ്മാ പകുകൂട്ടം വന്ന് കാഴ്ച അതിന്റെ ഇടയിൽ കരഞ്ഞ് തുറന്നു വെച്ചേക്കണ. നീ നട്ട് ആ മതി നല്ല രീതിയിൽ ഒരുക്ക് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രുതിക കമോൺ. നിന്നെ പകുകൂട്ടം വന്നോ ഞാൻ ഇരുത്തിക്കോട്ടെ. പകുകൂട്ടം ചിരിക്കണ കേട്ടാ ഗൈസ്. ഓ അമ്മേരെ മോളെ തന്നെ. അടുത്തത് എന്തിനായിരിക്കും? തൊട്ടുനോക്ക് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ കഴിഞ്ഞ് ചേച്ചി ഒരു കെട്ടാ മക്കൾ നോയിക്കൊണ്ടിരിക്കട്ടാ. കണ്ണിലൊരുക്കടി പ്രൈസ് പോവേ. പുരികത്ത് വരെ പിന്നെ മിക്കവാറും പഴക്കുട്ടനെ ലിച്ചുക്കുട്ടിയും കൂടെ മേക്കപ്പ് ചെയ്യണ എല്ലാ കോളും കാണുന്നുണ്ട് കേട്ടാ ഗൈസ്. അടുത്തത് പാപ്പറൊക്കെ ഇട്ടിട്ടോളൂ. സ്പൈഡർമാൻ കൊണ്ടിട്ടു. പാപ്പറൊക്കെ കൊണ്ടിട്ടു. പാപ്പറ എന്ന് പറഞ്ഞാൽ അവന്റെ സ്പൈഡർമാനാണ് കേട്ടോ കേട്ടോ. അങ്ങനെങ്കിലും പോയി അവിടെ ഇരിക്കട്ടെ. അപ്പൊ തുറന്നു വരെ ചുരുമുടി. മിക്കവാറും ഞാൻ ദിഗംബരനാവും. അവള് ജോക്കറ, ഞാൻ ദിഗംബരൻ. എടി അവിടെ അല്ലടി പൂരി. ഇനി ഇപ്പുറത്തെ സൈഡ് വരച്ചില്ല. ഒരു സൈഡാണ് രണ്ട് മുരി മതി വരച്ചത്. തീർന്നാ താഴെയും പോയി. അടുത്തത് ലിബാമ്. എന്താ അവന്റെ താടി. അത് അയ്യോ ഇത് അറിയത്തില്ല. അടുത്ത ലിപ്സ്റ്റിക് അതൊക്കെ നിന്റെ ഇഷ്ടം. കണ്ണ് കാണാന്നുള്ളതുകൊണ്ട് കൊച്ചിന് കളറൊക്കെ മക്കളെ ഇങ്ങോട്ട് വന്ന അതെന്റെ നെഞ്ച്. ഇങ്ങോട്ട്
ഓക്കെ പൊട്ട് പൊട്ടതായിരിക്കുന്നു പൊട്ടിച്ച് പൊട്ടിയിരുന്നേ അറിഞ്ഞൂടല്ലേ. സോറി ഗൈസ്, UKG-യിലല്ലേ, UKG-യിലെ ഒറ്റം വെച്ചാണ് ഈ മുതുക്ക് കാണാനല്ലേ ചാലഞ്ച് ചെയ്യണത്. ഓക്കെ പിടി. ഒരു കാലില് കടി അപ്പൊ ഗായ്സ്, നമ്മളെ ഈ ചാലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ ആരാണ് ഭംഗിയെന്ന് ഞങ്ങൾ ഇപ്പൊ പറയാം. ഒന്ന് കണ്ണാടി നോക്കിയിട്ട് വരട്ടെ ഗായ്സ്. ഇപ്പൊ ഞാനാണ് അവളെ ബോറായിട്ട് ഒരുക്കിയത്. സത്യം പറഞ്ഞ ഇതില് ഭംഗിയായിട്ട് കുറച്ചെങ്കിലും മെനയായിട്ട് മര്യാദയായിട്ട് ഒരുക്കിയത് അവളല്ലേ, നീയാണ്. അപ്പൊ ഇതിന്റെ സമ്മാനം എനിക്ക് അർഹതയെന്ന് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ ലിച്ചുകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 100 രൂപ ഞാൻ ലിച്ചുകുട്ടിക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത്. കാരണം എനിക്ക് വയ്യ ഓണമായിട്ട് കോളി എന്നെ ലിച്ചുകുട്ടിക്ക്. അപ്പൊ ഗൈസ്, ഇത് ലിച്ചുകുട്ടിക്ക് ഞാൻ കൊടുക്കുകയാണ്. അപ്പം അവാർഡ് ഗോസ് ടു ഋതിക. സന്തോഷായ? നീ ഞാൻ ഒരുക്കിയത് എങ്ങനെ ഉണ്ട്? കൊച്ചിന് പറയാൻ വാക്കില്ല. എന്നെ ഒരുക്കിയത് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല, ബെറ്റർ ആണ്. അപ്പം നല്ലൊരു ഭാവിയുണ്ട്. അപ്പൊ ഗായ്സ്, നമുക്ക് എൻഡിങ് വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അല്ലേ? ഇതേപോലെ ഫണ്ണായിട്ടുള്ള വീഡിയോസ് മാക്സിമം ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം ഗൈസ്. കാരണം ഒറ്റയ്ക്കേ ഉള്ളു. ഇപ്പൊ അവർക്ക് വെക്കേഷൻ ആയതുകൊണ്ടാണ് എന്റെ കൂടെ അല്ലേ മക്കളെ ചെയ്തത്. അപ്പൊ അങ്ങോട്ടേക്ക് പറ. അപ്പം ഇതേ കണക്ക് ഫുൾ സപ്പോർട്ട് എനിക്ക് തരണം. അപ്പൊ മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.